ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ചീസ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുമ്പോഴത്തേക്കും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് തക്കാളി നന്നായിട്ട് ഉടയുന്ന വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 150 ഗ്രാം പനീർ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ചിട്ട് കൊടുക്കാം. ഞാൻ ക്യൂബ്സായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 7 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. പനീർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പനീർ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഫില്ലിങ് നമുക്ക് ബ്രെഡിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പനീർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മൊസറല്ല ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ബ്രെഡ് സ്ലൈസ് കൂടി എടുത്ത് വയ്ക്കാം. ഇനി ബ്രെഡ് സ്ലൈസിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസ് മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു ബ്രെഡ് സ്ലൈസ് കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നത് കൂടി ചെയ്ത് വയ്ക്കാം. സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡും നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പനീർ ചീസ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.